വേദക്കുട്ടി മോളെ. അമ്മേ, ഇത്രയും നേരം ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു. വൈദ്യൻ ഇതുവഴി വന്നതേ ഇല്ല. ചിലപ്പോ അദ്ദേഹം വഴിമാറി പോയിട്ടുണ്ടാവും വേറെ എന്തെങ്കിലും ആവശ്യത്തിന്. വേദക്കുട്ടി മരുന്ന് കുടിച്ചോ? വേദക്കുട്ടിക്ക് നല്ല വിഷമമാണ് മോളെ. വേദക്കുട്ടിക്ക് അച്ഛനെ കാണണമെന്നാ പറയുന്നത്. ദൈവമേ, എന്റെ വേദക്കുട്ടി എന്തിനങ്ങനെ പരീക്ഷിക്കുന്നത്? വേദക്കുട്ടി നല്ല കുട്ടിയല്ലേ? വേദക്കുട്ടിയെ പെട്ടെന്ന് സുഖമാക്കണേ. വേദക്കുട്ടിക്ക് അസുഖം മാറിക്കിട്ടിയ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. എന്റെ വേദക്കുട്ടി ഇനി വേദനിപ്പിക്കല്ലേ. കുഞ്ഞിപ്പെണ്ണെ, കരയില്ലേ? വേദക്കുട്ടി പ്രാർത്ഥിച്ചോ, എല്ലാം ഭഗവാൻ മാറ്റിത്തരും. പ്രാർത്ഥിക്ക്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിക ബന്ധനാത് മൃത്യോന്മുക്ഷീയമാമൃതാത്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിക ബന്ധനാത് മൃത്യോന്മുക്ഷീയമാമൃതാത്. ഓം ത്രയംബകം. എന്റെ ദൈവമേ, എന്റെ മോൾക്ക് ഒന്നും വരുത്തരുത്. എന്റെ ജീവൻ തന്നെ ഞാൻ തരാം. പൂജാരി തിരിച്ചു വരുമ്പോ ഒരു കുഴപ്പമില്ലാതെ കുഞ്ഞിനെ തിരിച്ചേൽപ്പിക്കാൻ എനിക്ക് പറ്റണേ. പറഞ്ഞമോളെ, എന്താണ് ഇവിടെ തനിച്ചിരിക്കുന്നത്? വേദക്കുട്ടിയുടെ കാര്യം ഓർത്തിട്ടാണ്. എല്ലാവരും പറയുന്നു വേദക്കുട്ടിക്ക് വിഷം തീണ്ടിയതാണെന്ന്. അത് ശരിയാണോ വല്യമ്മേ? വർണ്ണമോളുടെ അച്ഛൻ തമ്പുരാൻ പറയുന്നത് വല്യമ്മയും കേട്ടു, അത്ര തന്നെ. വല്യമ്മേ, ഞാൻ വേദക്കുട്ടിക്ക് കൊടുത്ത ഭക്ഷണമാണോ കാരണം? അയ്യേ, മോൾ എന്തേ ഈ പറയുന്നത്? അത് വേദക്കുട്ടിക്ക് വലിയ ദോഷമൊന്നും ഉണ്ടാക്കുന്നതല്ലല്ലോ. മോളുടെ മുന്നിലെ വേദക്കുട്ടി നൃത്തത്തെ തോൽക്കാൻ വേണ്ടി മാത്രമുള്ളതല്ലേ. എന്നാലും എനിക്കൊരു സംശയം, നല്ല പേടിയും ഉണ്ട്. വർണ്ണമോള് ഇത് ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല, എനിക്ക് പേടിയാണ്. പക്ഷെ കുറേ വൈദ്യന്മാരൊക്കെ നോക്കിയിട്ടും വേദക്കുട്ടിയുടെ അസുഖം മാറില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവശാപമാണ്. വല്യച്ഛൻ പറയുന്നതൊന്നും വെറുതെ അല്ല കുട്ടി. വേദക്കുട്ടി നല്ലവളാണ്, വലിയ തെറ്റൊന്നും ചെയ്തിട്ടുമില്ല. പക്ഷേ ആ മല്ലിയും മകളും അവരൈറ്റം പാലിച്ചിട്ടില്ല. പൂജാരിയുടെ വീട്ടിൽ പോവുക, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, ശിവക്ഷേത്രത്തിൽ പോവുക, ശിവലിംഗത്തിൽ തൊട്ട് പ്രാർത്ഥിക്കുക, ഇതെല്ലാം മോളും കണ്ടതല്ലേ. അതൊക്കെ ദൈവം പൊറുക്കുമെന്നാണോ ധരിച്ചു വെച്ചിരിക്കുന്നത്? മല്ലിക്കും കുഞ്ഞിക്കുമുള്ള ശിക്ഷ വേദക്കുട്ടി ഏറ്റുവാങ്ങി എന്നതാണ് സത്യം. അതെങ്ങനെയാ? തെറ്റ് ചെയ്തവരല്ലേ ശിക്ഷിക്കേണ്ടത്? മല്ലിയും മോളും വിവരമില്ലാത്ത കാട്ടുവാസികളാണ്. പക്ഷേ വേദക്കുട്ടി അച്ഛനും അങ്ങനല്ലല്ലോ, എല്ലാം അറിയുന്നവരല്ലേ, ദൈവത്തിനെ പൂജിക്കുന്നവരല്ലേ. അപ്പോൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവരല്ലേ യഥാർത്ഥ തെറ്റുകാർ. മോൾ ഇതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. യോഗമുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അസുഖം ഭേദമാകും. വേദക്കുട്ടി മരിച്ചു പോകുമോ? ഇല്ല, മോളുടെ അച്ഛൻ എത്രയോ പ്രഗത്ഭന്മാരായ വൈദ്യന്മാരെ അയച്ചു കൊടുക്കുന്നു. അവരിൽ ആരെങ്കിലും കൃത്യമായി പരിഹാരം ചെയ്യും. മോളെ, ഒരു കാരണവശാലും വേദക്കുട്ടിക്ക് മോളാണ് ഭക്ഷണം കൊടുത്തതെന്ന് ആരോടും പറയരുത്. മറ്റുള്ളവർ മോളെ കുറ്റം പറയുന്ന കേൾക്കാൻ വല്യമ്മയ്ക്ക് വിഷമമായിട്ടാണ്. എങ്കിൽ അമ്മയുടെ അടുത്തേക്ക് പൊയ്ക്കോളൂ. ദേ,
സങ്കടം മനസ്സിൽ തോന്നി വർണ്ണമോൾ ആരോടെങ്കിലും പറഞ്ഞാൽ കുറ്റവാളി വർണ്ണമോളാ. അതോർത്തോളൂ. മോൾക്കെന്താ? ഇങ്ങോട്ട് ചികിത്സയ്ക്ക് പോരുന്നതിന് ഒരുപാട് ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനതൊന്നും കാര്യമാക്കിയില്ല. ആ, ഒരു കുഞ്ഞിന്റെ ജീവന്റെ കാര്യമല്ലേ. കുഞ്ഞിന്റെ അച്ഛനിനി എന്നാ വരിക? അറിയില്ല. വരാൻ എത്ര ദിവസം എടുക്കുമെന്ന് അറിയില്ല. അപ്പോ കാര്യങ്ങൾ കുറച്ച് പ്രശ്നത്തിലാണല്ലോ. എന്തു പറ്റി? കുഞ്ഞിന്റെ വയറ്റിൽ വിഷം ചെന്നിരിക്കുന്നു. എന്റെ ഉടയവനെ. അതും അതിശക്തമായ വിഷം. ദേഹത്തെ സകല നാഡീനരമ്പുകളെയും അത് ബാധിച്ചു കഴിഞ്ഞു. അയ്യോ ഭഗവാനെ. മരുന്ന് ഞാൻ തരാം. പക്ഷേ അതെത്രത്തോളം ഫലപ്രാപ്തിയിൽ എത്തുമെന്ന് എനിക്ക് പറയാനാവില്ല. വേറെ എന്താണ് ചെയ്യേണ്ടത്? എന്ത് വേണമെന്ന് അങ്ങ് പറഞ്ഞാ മതി. മരുന്ന് കൊടുക്കുക, പ്രാർത്ഥിക്കുക, പിന്നെ എല്ലാം ഈശ്വര നിശ്ചയം. 3 നേരം ഇത് കൊടുത്തോളൂ. ബാക്കിയുള്ള കാര്യങ്ങള് ഞാൻ തമ്പുരാനോട് നേരിട്ട് പറഞ്ഞോളാം. അതെ, കാടിനകത്ത് പോയി തമ്പ്രാൻ പറയുന്ന ഏത് മരുന്നും പറിച്ചെടുക്കാൻ എനിക്കറിയാം. ഞാൻ പൊയ്ക്കോളാം. എനിക്ക് എന്റെ മോളെ തിരിച്ചു തന്നാ മതി. ഞാൻ പറഞ്ഞല്ലോ, ഇനിയെല്ലാം ഈശ്വരൻ തീരുമാനിക്കട്ടെ. വേദക്കുട്ടി, വൈദ്യരെന്താ പറഞ്ഞു വല്യമ്മ? എന്റെ അസുഖം മാറുമെന്ന് പറഞ്ഞോ? മാറും മോളെ, എല്ലാം മാറും. അമ്മേ, ഞാൻ എന്തോരം നോക്കിയെന്നറിയോ? എന്തോരം വിളിച്ചു എന്നറിയോ? യോഗിനിയമ്മ ഒരിടത്തും കാണാനില്ല. യോഗിനിയമ്മ ഉണ്ടായിരുന്നെങ്കിൽ വേദക്കുട്ടിയുടെ അടുത്ത് വന്നേനെ. വേദക്കുട്ടിയുടെ അസുഖം മാറ്റിയേനെ. എന്താ അമ്മേ യോഗിനിയമ്മ കാണാത്തത്? ദൈവങ്ങളും നമ്മളെ കൈവിട്ട് കാണും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ദൈവമേ. യോഗിനിയമ്മ വരും, എന്തായാലും വരും. എന്റെ ദേവി, എന്റെ കുഞ്ഞിനെ കാത്തോളണേ. അങ്ങെന്താ ഒന്നും പറയാത്തത്? അറിയിക്കാൻ ഒരല്പം ആശങ്ക അടിയനുണ്ട്. കുറച്ച് മരുന്നുകൾ ആ സ്ത്രീയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കുഞ്ഞിന് പെട്ടെന്നുണ്ടാകുന്ന വേദന ശമിപ്പിക്കാനും അല്പമെങ്കിലും ഉറക്കം കിട്ടാനുമാണ് തമ്പുരാൻ. രോഗത്തിന്റെ അവസ്ഥ? ക്ഷമിക്കണം തമ്പുരാൻ. ഉള്ളിൽ ചെന്ന വിഷം സകല നാഡീഞരമ്പുകളെയും ബാധിച്ചിരിക്കുന്നു. അധികം വൈകാതെ അത് തലച്ചോറിനെയും ബാധിക്കും. ഞാൻ ഇതുവരെ പഠിച്ച വൈദ്യശാസ്ത്രത്തിന്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ആ കുഞ്ഞിന്റെ ജീവൻ നിലനിൽക്കില്ല. ഒരു മരുന്നുകൊണ്ട് ഇനി ആ കുഞ്ഞിനെ സുഖപ്പെടുത്തുക എന്ന് പറയുന്നത് അതൊരിക്കലും സാധ്യമല്ല. അങ്ങ് എന്താണ് ഈ പറയുന്നത്? ആയുർവേദത്തിന്റെ അഗ്രഗണ്യ സ്ഥാനത്തിരിക്കുന്ന അങ്ങേക്ക് പോലും ചില സമയത്ത് നാം നിസ്സഹായരല്ലേ തമ്പുരാൻ. ഇനി ശേഷിക്കുന്ന ഒരു മാർഗം അതുകൂടി ഞാൻ പറയാം. എന്താണ്? പരമകാരുണ്യവാനായ ദൈവം, മരണം പോലും തിരിച്ചെടുക്കാൻ കഴിവുള്ള പരമ്പൊരുൾ. പ്രാർത്ഥന മാത്രമല്ല, അങ്ങേക്ക് വിശ്വാസമുള്ള ഉത്തമനായ ഏതെങ്കിലും ഒരു ജ്യോതിഷിയെ കൊണ്ട് ഗണിച്ചു നോക്കുക. ഒരുപക്ഷേ കർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ദൈവം പ്രസാദിക്കുമെങ്കിൽ, ആ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു കിട്ടുമെങ്കിൽ അത് മാത്രമാണ് മാർഗം. എന്നാൽ ഞാൻ ഇറങ്ങാണ് തമ്പുരാൻ. എല്ലാം മംഗളമാകുമെന്ന വിശ്വാസത്തോടെ, ദൈവത്തിന്റെ അത്ഭുതം ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഉണ്ടാവുമെന്ന പ്രാർത്ഥനയോടെ തമ്പുരാൻ. തമ്പുരാൻ,
വൈദ്യശാസ്ത്രത്തിന്റെ അവസാന വാക്ക് തന്നെയാണ് അദ്ദേഹം. അതിനു മുകളിൽ ഒരു വാക്കില്ല. ഓമനത്തുള്ള കുഞ്ഞിനെ മരണത്തിന് വിട്ടുകൊടുക്കുകയോ? ശേഷിക്കുന്ന മാർഗം എന്താണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ജ്യോതിഷി പറയുന്ന എല്ലാ കർമ്മങ്ങളും വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യാം. രാജ്യവും രാജ്യത്തിന്റെ അധിപനുമായ തമ്പുരാനായ നാമും കാവലിരിക്കാം. അതിൽ കൂടുതൽ നാം എന്താണ് ചെയ്യുക? നമുക്കറിയില്ല. വേദക്കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തിരുമേനി തകർന്നു പോവും. അദ്ദേഹത്തിന്റെ മനസ്സ് നിശ്ചലമായാൽ അതോടെ ദേശമംഗലത്തമ്മയും. അരുതാത്തത് പറയാതിരിക്കും മീനാക്ഷി. പ്രതിസന്ധികൾ ആത്മബലത്തോടെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഭയത്തോടെയല്ല. നമുക്ക് ചെയ്യാവുന്നതെല്ലാം നാം ചെയ്തിരിക്കും. സൂര്യനാരായണ ഭട്ടതിരിപ്പാടെ നിസാരക്കാരനല്ല, ജ്യോതിഷത്തിൽ അഗ്രഗണ്യനാണ്. തമ്പുരാൻ അദ്ദേഹത്തെയാണ് ആളയച്ചു വരുത്തിയിരിക്കുന്നത്. വൈദ്യന്മാരെല്ലാം കൈയൊഴിഞ്ഞതല്ലേ? മരണം നിശ്ചയമാണെന്ന് പറഞ്ഞതുമാണ്. ഇനി എന്ത് പ്രതിവിധി ഉണ്ടാകാനാ? ഇതിപ്പോ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന വെച്ചാ സംശയിക്കേ വേണ്ട. ഐത്താചാരങ്ങൾ പാലിക്കാത്തതിന്റെ ശിക്ഷ തന്നെയാണ്. ആ കാട്ടുവാസി പെണ്ണുമായി കൂട്ടുകൂടുന്നതിന് നമ്മളെല്ലാം എതിർപ്പ് പറഞ്ഞാണല്ലോ. അദ്ദേഹം അത് കേട്ടില്ല. മാത്രമല്ല, അദ്ദേഹം ഒരു യാത്ര പോകുമ്പോൾ ആ കുട്ടിയെ നിർത്താൻ എത്രയോ സ്ഥലങ്ങളുണ്ടായിരുന്നു. വേണമെങ്കിൽ കൊട്ടാരക്കെട്ടിൽ തന്നെ കുട്ടിയെ നിർത്താൻ തമ്പുരാൻ സമ്മതിക്കുമായിരുന്നല്ലോ. എന്നിട്ട് ഈ കാണിച്ചത് ധിക്കാരം തന്നെയാണ്. നമ്മൾ ഇതിൽ അഭിപ്രായം ഒന്നും പറയണ്ട. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ദൈവം കൊടുത്തോളും. അമ്മേ മഹമ്മായേ, എന്റെ ദേശമംഗലത്തമ്മേ, എനിക്ക് ആപത്തൊന്നും വരുത്തരുത്. എന്റെ അച്ഛൻ തിരുമേനി വരുമ്പോ എന്നെ കാണണേ. എനിക്ക് അച്ഛൻ തിരുമേനിയുടെ കൂടെ ഒരുപാട് കാലം ജീവിക്കണം. ഞാൻ കുഞ്ഞിപ്പെണ്ണയും മല്ലയമ്മയുടെയും കൂടെ നിൽക്കുന്നത് കൊണ്ട് എല്ലാരും എന്നെ കുറ്റം പറയുന്നു, അവരെയും കുറ്റം പറയുന്നു. അവരെ വേദനിപ്പിക്കല്ലേ മല്ലയമ്മ, കുഞ്ഞിപ്പെണ്ണെ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. കുട്ടി പറയുന്നുണ്ട്, ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. കുട്ടിയുടെ അച്ഛൻ തിരുമേനി തിരിച്ചു വരുന്നവരെ കുട്ടി ഈ ക്ഷേത്ര നട വരാൻ പാടില്ല. അതെന്താ അങ്ങനെ? എനിക്ക് ദേശമംഗലത്ത് അമ്മയുടെ നടയിൽ വരെ വിലക്കോ? കുട്ടിക്ക് ഇപ്പൊ ശുദ്ധമുണ്ടോ? അയിത്ത പാലിക്കുന്നുണ്ടോ? ആ കാട്ടുവാസിയുടെ കൂടെ അല്ലേ നടപ്പ്? അതിന്റെ ദോഷം നാട്ടിലെങ്ങും കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാ. എന്താ എന്താ തർക്കം? അല്ല തമ്പുരാൻ, ഈ കുട്ടിയോട് ഇനി ക്ഷേത്രത്തിലേക്ക് വരാൻ പാടില്ല എന്ന് പറയുമായിരുന്നു. കാട്ടുവാസിയുടെ കൂടെ നിന്ന് വരുന്ന ഒരു കുട്ടിയെ ദർശനത്തിന് അനുവദിക്കുന്നത് എങ്ങനെയാ? അച്ഛൻ ദേശമംഗലത്തെ പൂജാരി ആയതുകൊണ്ട് മകള് ആചാരങ്ങൾ മറികടക്കണമെന്നില്ലല്ലോ. നോക്കൂ, എന്തിനാ ഈ പാവം കുഞ്ഞിനോട് നിങ്ങളിങ്ങനെ രോഷം കൊള്ളുന്നത്? കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരാണ്. അവർ പ്രാർത്ഥിക്കാൻ വന്നാൽ പ്രാർത്ഥിച്ചു പൊക്കോട്ടെ. മാത്രമല്ല, ദൈവത്തിന്റെ മുന്നിൽ വരുന്നവർക്കെതിരെ പറയാൻ നമുക്കെന്ത് അധികാരം? എല്ലാം ദേവി മഹാമായി അല്ലേ തീരുമാനിക്കുന്നത്. പൊയ്ക്കോളാം പൊയ്ക്കോളാം. കുഞ്ഞേ, കുഞ്ഞിന്റെ അസുഖത്തിന് ഇപ്പൊ കുറവുണ്ടോ? ഉണ്ട്. അമ്മയുടെ നടയിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ നല്ല സുഖമുണ്ട്. കുഞ്ഞിനു വേണ്ടി പ്രത്യേകം പൂജ കഴിക്കാൻ നാം പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞു പോയിക്കോളോ. എന്താ തമ്പുരാനെ ഇത്? ആ കുട്ടിയോട് നല്ല രീതിയിൽ പെരുമാറുകയോ അവർക്ക് വേണ്ടി പൂജകൾ നടത്താൻ ഏൽപ്പിക്കുകയോ?
അങ്ങയുടെ വാക്കുകൾ കേട്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് അങ്ങതിപ്പം ക്ഷേത്രമുറ്റത്ത് നിന്ന് പോയ കുട്ടിയുടെ മനസ്സിൽ ചിത്രഭാനു തമ്പുരാൻ കളങ്കമില്ലാത്തവനല്ലേ? മരണം സുനിശ്ചിതമായി കഴിഞ്ഞൊരു കുഞ്ഞിനോട് വെറുതെ എന്തിനാണ് വൈരാഗ്യം കാണിക്കുന്നത്? വിധി തീരുമാനിക്കപ്പെട്ടവൾക്ക് ഒരു ഉപചാരം, അത്രേ ഉള്ളൂ. ബാക്കി ഒരു കാര്യത്തിലും നാം പറഞ്ഞതിൽ വിട്ടുവീഴ്ചയില്ല. എന്റെ കുടിയില് വേദക്കുട്ടി നിന്നതിനുള്ള ശിക്ഷയാണ് തമ്പ്രാനെ ഇതൊക്കെ. ദൈവത്തിന് നിരക്കാത്തതൊന്നും ഞാനും എന്റെ മോളും ചെയ്തിട്ടില്ല. എന്നിട്ടും മല്ലി കരയാതിരിക്കൂ. തമ്പുരാൻ വിളിച്ചു വരുത്തിയ ശാസ്ത്രികൾ ചില പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോൾ വേദക്കുട്ടിയുടെ അസുഖമൊക്കെ മാറും. പറഞ്ഞോളൂ തമ്പ്ര, എന്ത് വേണമെങ്കിലും ചെയ്യാം. ശാസ്ത്രികൾ 5 ക്ഷേത്രങ്ങളെക്കുറിച്ച് സൂചന തന്നിട്ടുണ്ട്. കുഞ്ഞിനെയും കൂട്ടി അവിടെ എല്ലാം എത്തണം, വഴിപാടുകൾ നടത്തണം. അതിനുശേഷം ഓരോ ക്ഷേത്രങ്ങളിൽ നിന്നും ദേവീദേവന്മാരുടെ നെറ്റിയിലണിയുന്ന വിഭൂതി വാങ്ങിക്കണം. എല്ലാം പൂർത്തിയാക്കി ദേശമംഗലത്തമ്മയുടെ നടയിലെത്തണം. ദേശമംഗലത്തമ്മയുടെ പ്രത്യേക പൂജ കഴിഞ്ഞ് അവിടുന്നുള്ള തീർത്ഥം കുഞ്ഞിന്റെ വായിൽ ഇറ്റിച്ചാൽ മാത്രമാണ് പരിഹാരം. കുഞ്ഞിനെ എവിടേക്കാണ് കൊണ്ടുപോകേണ്ടതെന്ന് പറയൂ, ഞാൻ കൊണ്ടുപോയിക്കോളാം. കൊട്ടാരത്തിൽ നിന്നും ആളെ വിടാം. സേവകരെയും ദാസിമാരെയും എത്ര വേണമെങ്കിലും. അതിനൊന്നും വിരോധമില്ല. തമ്പ്രാനെ, അടിയൻ ചോദിക്കുന്നത് തെറ്റാണോന്നറിയില്ല. അടിയന് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ അവരെയൊക്കെ? അല്ല മല്ലി, വേദക്കുട്ടി ദേശമംഗലത്തമ്മയുടെ പൂജാരിയുടെ മകളാണ്. ആ കുഞ്ഞിനൊന്നും സംഭവിക്കാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് നാം അങ്ങനെ ചിന്തിച്ചത്. അടിയൻ മോളെയും കൂട്ടി പൊയ്ക്കോളാം. പോകേണ്ട ക്ഷേത്രങ്ങളെല്ലാം ദൂരെയാണ്. ചിലത് എത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതുമാണ്. അതെല്ലാം മല്ലിയെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുമോ? സാധിക്കും തമ്പുരാൻ. ഉയരുണ്ടെങ്കിൽ ഇതെല്ലാം സാധിക്കും. തമ്പുരാൻ, ദാസിമാരെയും സേവകരെയും കൂടെ അയക്കാൻ തീരുമാനിച്ചത് അങ്ങയുടെ നല്ല മനസ്സ് തന്നെയാ. അങ്ങനെ വലിയൊരു കൂട്ടം പോകുന്നതിനേക്കാൾ മല്ലി കുഞ്ഞിനെ കൊണ്ട് പോകുന്നതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒരമ്മ കുഞ്ഞിനെ കൊണ്ട് പോകുന്നതിനേക്കാൾ മറ്റാർക്കാണ് സാധിക്കുക? അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ. ഒരു കാര്യം, യാത്രയിൽ എന്തെങ്കിലും തടസ്സമുണ്ടാവുകയാണെങ്കിൽ അതാത് നാട്ടിലെ തമ്പുരാക്കന്മാരോട് ഒന്ന് സംസാരിക്കാൻ ക്ഷേത്ര പൂജാരിയോട് പറഞ്ഞാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നാം നോക്കിക്കൊള്ളാം. നിങ്ങൾ പോകുന്ന ഇടങ്ങളിലെ ദേശാധികാരികൾക്ക് നാം ഓല കൊടുത്തുവിടാം. എങ്കിൽ അത് മതി തമ്പുരാൻ. പറഞ്ഞിരിക്കുന്ന ക്ഷേത്രങ്ങൾ യാത്രയ്ക്ക് മല്ലിക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ? ഇല്ല തമ്പുരാൻ. ഉണ്ടെങ്കിൽ മല്ലി മടിക്കാതെ ചോദിച്ചോളൂ. പൂർണ്ണ മനസ്സോടെയാണ് തമ്പുരാൻ പറയുന്നത്. അതറിയാം. എന്റെ മോള് ഈ അവസ്ഥയിൽ നിന്നും മോചനം നേടേണ്ടത് എന്റെ ആവശ്യമാണ്. തിരുമേനി എന്നെ ഏൽപ്പിച്ചാ പോയത്. തിരിച്ചു വരുമ്പോഴേക്കും അതുപോലെ എനിക്ക് മടക്കി നൽകണം. നാളെ തന്നെ ഞാൻ പോകാം. എങ്കിൽ യാത്ര മംഗളകരമാവട്ടെ. ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചോളൂ. ഒരമ്മയുടെ ത്യാഗം ദൈവങ്ങൾ നിസ്സാരമായി കാണില്ല. നിങ്ങൾ വിജയിച്ച് തിരിച്ചു വരും. പൂജാരിയുടെ മകൾ മല്ലിയുടെ വീട്ടിൽ നിൽക്കുന്നത് അവൾക്ക് മാത്രമല്ല, നാടിനും കൂടി ദോഷമാണെന്ന് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ മുഴുവൻ ചെവിയിലും എത്തിച്ചു. ചിലരൊക്കെ രഹസ്യമായും പരസ്യമായും പ്രതികരിക്കുകയും ചെയ്തു. എന്നിട്ട് എന്ത് കാര്യം? അനുജൻ തമ്പുരാന്റെ തീരുമാനം കേട്ടില്ലേ? ജ്യോതിഷി വിധിച്ച പരിഹാര ക്രിയകൾക്ക് അവളെ കൊണ്ടുപോകുന്നതും അതേ കാട്ടുവാസികൾ തന്നെ. ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളൊക്കെ കയറി ഇറങ്ങി കുഞ്ഞിനെ മരണത്തിൽ നിന്ന് രക്ഷിച്ച് മല്ലി മകളും ദേശമംഗലത്ത് തിരിച്ചെത്തിയാൽ അവർക്കിവിടെയുള്ള സ്ഥാനം എന്താണെന്ന് ഊഹിച്ചുകൂടെ? അനുജൻ തമ്പുരാന്റെ തീരുമാനം നല്ലത്. അതിനേക്കാൾ ഗംഭീരം
കുഞ്ഞിനെ കൊണ്ടുപോകാനുള്ള മല്ലിയുടെ തീരുമാനം. എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? സമതല തെറ്റിയോ വീണ്ടും? സുകന്യെ, പൂജാരിയുടെ മകൾക്ക് വേണ്ടിയുള്ള പരിഹാരക്രിയകൾക്ക് വേണമെങ്കിൽ സ്വന്തം പടയെ തന്നെ അയച്ചു കൊടുക്കാമായിരുന്നു പൊന്നു തമ്പുരാന്. അപ്പൊ എന്ത് സംഭവിക്കും? ദേശമംഗലത്തെ പൊന്നു തമ്പുരാന്റെ അതിഥികളായി എത്തുന്നവർക്ക് സ്വീകരണം ഒരുക്കാൻ മത്സരിക്കില്ലേ അയൽ രാജ്യക്കാര്? ഇപ്പൊ പുറപ്പെടുന്നത് ആരാ? കരയാൻ മാത്രം അറിയുന്ന മല്ലിയും അമ്മയ്ക്കൊപ്പം നിൽക്കുന്ന കുഞ്ഞും. യാത്രാമധ്യേ ഒരു അപകടമുണ്ടാക്കാൻ ഇതിനേക്കാൾ സാഹചര്യം വേറെ ഏതുണ്ട്? അപ്പോൾ യാത്രയുടെ ഉദ്ദേശം നടക്കില്ല എന്നാണോ? നടത്തില്ല. കുഞ്ഞിന്റെ ജീവൻ തിരികെ പിടിക്കാൻ പോയവർ സ്വന്തം ജീവൻ കൂടെ നഷ്ടപ്പെടുത്തും. ഒന്നെങ്കിൽ വഴിയിലുള്ള ഏതെങ്കിലും തടസ്സം, അല്ലെങ്കിൽ കർമ്മങ്ങൾക്ക് വേണ്ടി പോകുന്ന ഏതെങ്കിലും ഒരു ക്ഷേത്രം. അവിടെയായിരിക്കും മൂന്നെണ്ണം കൂടെ ഒരുമിച്ച് ഒടുങ്ങാൻ പോകുന്നത്. വീരവാദങ്ങൾ ഒരുപാട് മുൻപ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും നിങ്ങൾ ജയിച്ച് ഞാൻ കണ്ടിട്ടില്ല. അന്ന് ദേശമംഗലത്തമ്മ സർവശക്തയായിരുന്നു. ദേശമംഗലത്തെ സർവചരാചരങ്ങളിലും ആ സാന്നിധ്യമുണ്ടായിരുന്നു. ഇന്ന് അതില്ല എന്ന് സുകന്യ കരുതുക. 21 ദിവസത്തെ ചൈതന്യമറ്റിരിക്കും ദേശമംഗലത്തമ്മ. ആ 21 ദിവസം തന്നെയാണ് എനിക്കും നിനക്കും ദേശമംഗലത്തിന്റെ മുമ്പിലുള്ളത്. മല്ലിക്കും മല്ലിയുടെ മകൾക്കുമുള്ള സ്വീകരണം നാം ഒരുക്കിക്കൊള്ളാം. കൊട്ടാരത്തിന്റെ അകത്തളം സുകന്യയുടെ കയ്യിൽ സുഭദ്രമായിരിക്കണം.